അസറായിൽ വരുമ്പോ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കവേ അസറായില മനുഷ്യനോട് പറയും, നീ കരയേണ്ട ദുഃഖിക്കണ്ട, പൊതുവയോട് കൂടി മരിക്കുന്നവന് ഖബറിൽ അല്ലാഹുവിന്റെ ശിക്ഷയില്ല. അസറായിൽ തന്നെ ആ മനുഷ്യനോട് സന്തോഷവർത്തമാനം പറയുന്നത്, വേദന അസത്യത്തിന്റെ രാജന പഞ്ചമ്പക പൂതേവിതർ അവരിൽ നിന്ന് നിർഗലിച്ചിട്ടില്ലാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രാത്രി മാത്രമല്ല, എടുത്തുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് മരിക്കേണ്ടത്. മരണം എപ്പോഴാ വരുന്നതെന്നറിയില്ലല്ലോ, മരണമേത് സമയത്താണ് വരുന്നതെന്നറിയില്ലല്ലോ, ആരാണ് മരണത്തിന്റെ അടുത്തേറെയെന്നറിയില്ലല്ലോ. ഏത് സമയത്തും മരണത്തിലേക്ക് കടന്നു വരാൻ 12,000 കോടി വരുമാനമുള്ള ദുബൈയുടെ ജീവിതാവകാശി ഷെയ്ഖ് റാഷിദിനെ പിടിച്ചുകൊണ്ടുപോയ വിവരമില്ല. ലോകരാഷ്ട്ര തലവന്മാരും ഇരിക്കാൻ പോലും പഠിച്ചു പോകുന്ന പേടിച്ചുകൊണ്ടില്ലാതെ ഇരിക്കാത്ത ലോകത്തിന്റെ കാശക്കാരനായ ഭരണാധികാരിയാണ് ദുബൈ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ്. അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഷെയ്ഖ് മുഹമ്മദിന്റെ ജമീൽ പാലസിലേക്ക് കടന്നു ചെന്നാൽ വൈറ്റ് ഹൗസ് നിയന്ത്രിക്കുന്ന ഒബാമയുടെ പോലും മുട്ടുമറച്ചു പോകുമെന്നല്ലോ. ഷെയ്ഖ് മുഹമ്മദിന്റെ ജമീൽ പാലസിലേക്ക് മുട്ടുമറക്കാൻ പരിഭ്രാന്തിയില്ലാതെ പൂർവായിട്ട് കടന്നു പോയ ഒരാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, കാബിലല്ലാഹു മലക്കലന്തരായി 12,000 കോടി വരുമാനമുള്ള ഷെയ്ഖ് റാഷിദ് എന്ന ലോകത്തിൽ ഏറ്റവും സെക്സിയത്തിലുള്ള ശരീരമെന്ന് യൂറോപ്പിലെ തൊലിവെടുത്ത പെണ്ണുങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല ഹാൻസമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആ മനുഷ്യന്റെ ശരീരത്തിൽ രൂപമെടുക്കുമ്പോ യൂറോപ്പിലെ തൊലിവെടുത്ത മദാമമാര് ഏറ്റവും സെക്സി അപ്പീലുള്ള ശരീരമെന്ന് സർട്ടിഫിക്കറ്റ് ചെയ്ത ആ സൗന്ദര്യ ശരീരത്തിൽ തൊടുമ്പോ നായന്റെ കൈവറച്ചിട്ടില്ല. പോലും മരണം കൊട്ടിയെടുത്ത് മരിക്കുമ്പോ, പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ മരിക്കുന്ന സമയത്ത് ഒന്നുകൂടി മരിച്ചാൽ പറയുന്നത് വളരെ ചെറിയ ഒരു അമല ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമാണ്. ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോടാണ് മലപ്പുറത്ത് കോട് പ്രസംഗിച്ചപ്പോ 2015 ഏറ്റവും വലിയ സൗഭാഗ്യവത് അത് പാലക്കാടുകാരും ഇങ്ങനെയാണെന്ന് പ്രസംഗിച്ച എന്റെ പ്രസംഗത്തിന്റെ ഗ്രൂപ്പ് ഒരൊറ്റ ദിവസം കൊണ്ട് 1,32,000 പേര് വാട്സപ്പിലൂടെ കേട്ട വാട്സപ്പിന്റെ ചരിത്രത്തിൽ ഒരു വൈറലായി മാറിയ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കേട്ട ഉടനെ പിറ്റേ ദിവസം പല ക്ഷുദ്രജീവികളും എന്നോട് ചോദിച്ചു 2015 ഭാഗ്യവതിയെ മുമ്പിനെയാകുന്നതെങ്ങനെയോ ഞങ്ങളേതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്. ആ മുമ്പിലേക്ക് കിട്ടിയ ഭാഗ്യമേതാ? ആ പെൺകുട്ടി മരിച്ചത് ഒന്നോടുകൂടിയല്ലേ അസര നമസ്കാരം എന്നിട്ട് കൈവാളത്തിന്റെ മത്താഹുലു ഒന്നോടുകൂടി നിൽക്കുമ്പോഴാണ് പാലക്കാടുകാര് മുമ്പിനെ മരിച്ചത്. ഇതിന് മാത്രമല്ല, ആരെങ്കിലും ഒന്നോട് മരിച്ചാരുടെ കബറിന് ശിക്ഷയില്ല. പാലക്കാട്ടുകാര് പൊമ്മിനാരെന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൈവാളയത്തിന്റെ മതഭാഗത്തുള്ള ജന്നത്ത് മല്ലയിൽ കബറടക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ കബറിലേക്ക് മുൻഗണന ചോദ്യത്തിന് വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, എത്രയെത്ര ഭാഗ്യമാകിട്ടിയത്. മരിച്ചാലിങ്ങനെ മരിക്കണം പോലെ ഇങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. മരിച്ചാലിങ്ങനെ മരിക്കാൻ കഴിയണം. ദൈവമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ആരെങ്കിലും ആരെങ്കിലും വെള്ളിയാഴ്ച രാത്രിയോ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരാൾ മരിച്ചാൽ അവന് കബറിന്റെ ശിക്ഷയിൽ നിന്ന് പടച്ചിറപ്പ് കാക്കുമെന്നോ. ശരീരത്തന്നെ പാലക്കാടുകാര് മുമ്പിൽ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമല്ലേ, അങ്ങനെയും അവർക്ക് കബറിന്റെ ശിക്ഷ ഒഴിവല്ലേ. എന്ന് മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം പടച്ചിറപ്പിനോട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്നൊരു സമയമുണ്ട്. അത് വെള്ളിയാഴ്ച ദിവസമാണ്. 70ഓളം അഭിപ്രായം പണ്ഡിതന്മാർ പറയുന്നെങ്കിലും പ്രബലമായ അഭിപ്രായം അത് അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്. ആ സമയത്ത് പടച്ചിറപ്പിനോട് കയ്യെത്തിയാൽ സ്വീകരിച്ചുകൊണ്ടില്ലാതെ മടക്കപ്പെട്ടുകൂടാത്തൊരു സമയമുണ്ട്. എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം സംഭവിച്ച് കൈ തകർന്നു വീഴുമ്പോൾ ശരീരത്തിൽ തെളിക്കുമ്പോ അത് സംഭവിച്ച അസറിന്റെയും മകരിന്റെയും ഇടയിലുള്ള സമയത്താണ്. ആ സമയത്ത് പടച്ചിറപ്പിനോടൊരു വാക്ക് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുന്ന സമയത്തല്ലേ
മരണപ്പെട്ടു പോയത്. എന്ന് മാത്രമല്ല മരണപ്പെട്ടവരെയാണ് ലോകത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത് ആദരാദി അല്ലാഹു തആലയുടെ കബറടക്കപ്പെട്ട കഅബയുടെ മത്താബിൽ വെച്ച് ഏറ്റവും അവസാനം കണ്ട കാഴ്ചയേടാ. ആ കാഴ്ച നമ്മളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന കഅബാലയമല്ലേ. കഅബാലയത്തിന്റെ കറുത്ത കില്ല കണ്ടിട്ട് അവസാനം മരണപ്പെട്ടു പോയ മുഅ്മിനാ തീർന്നില്ല. ഹംസത്തും മിനശ് ശുഹദാ, 5 വിഭാഗം ആളുകൾക്ക് മരിച്ചാൽ ശഹീദിന്റെ പ്രതിഫലമാണ്. അതിലൊന്നാമത്തെ ആള് പ്രേഗ് വന്നിട്ട് മരിച്ചാളാ, രണ്ടാമത്തെ ആള് വയറ് രോഗം വന്ന് മരിച്ചാളാണ്, മൂന്നാമത്തെ ആള് സാഹിബുൽ ഹസമി, ഏതെങ്കിലും ഒരു വീടോ കെട്ടിടമോ തകർന്നിട്ട് അതിലെപ്പെട്ട് മരിച്ചുപോയ ആൾക്ക് ശഹീദിന്റെ പ്രതിഫലമാണ്. പാലക്കാടുകാരി മുമ്പിന് ശഹീദല്ലേ, അല്ലാഹുവിന്റെ മുമ്പിൽ രക്തസാക്ഷിയല്ലേ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ, ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതം സഫലമാകണമെങ്കിൽ സഫലമീ ജീവിതം, സഫലമീ യാത്ര. ഹാപ്പി ജേർണി എന്ന് റെയിൽവേ സ്റ്റേഷനിൽ എഴുതി വെച്ചതുപോലെ ഈ യാത്ര സന്തോഷകരമാകണോ. എപ്പോഴും നീ ഒന്നുമില്ലെങ്കിലും നിലനിൽക്കാൻ കഴിയാ. അതിനാണ് സിറാത്തിന്റെ പ്രകാശമാണ്, അത് നിന്റെ ഖബറിന്റെ ശിക്ഷ മാറാനുള്ള കാരണമാണെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ